ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അറിവ് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്ന അറിവ് എക്സലിൽ എങ്ങനെ ഇയർലി ബോണസ് പേ സ്ലിപ്പ് കാണാം എന്നൊരു ഓപ്ഷനാണ്. ഇതിനായി ഞാൻ എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കലാം കമ്പനി എറണാകുളം കേരള എന്നൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത സെല്ലിലായിട്ട് ഇയർലി ബോണസ് പേ സ്ലിപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. അതുപോലെ സെല്ല് മെർജ് ചെയ്തതിന് ശേഷം എംപ്ലോയി ID, ഡെസിഗ്നേഷൻ, എംപ്ലോയി നെയിം, ഇയർ, ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സെല്ല് മെർജ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ? നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് എത്ര സെല്ലാണോ മെർജ് ചെയ്യേണ്ടത് അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മെർജ് ആൻഡ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഹോം മെനുവിൽ മെർജ് ആൻഡ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ സെല്ലുകൾ മെർജ് ചെയ്തെടുക്കാവുന്നതാണ്. സെല്ലുകൾക്ക് കളർ കൊടുക്കണമെങ്കിൽ ഈ രീതിയിൽ കളർ കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റുകൾക്ക് കളർ കൊടുക്കണമെങ്കിൽ ഈ രീതിയിൽ ടെക്സ്റ്റുകൾക്കും കളർ കൊടുക്കാം. അതുപോലെ ഇപ്പോൾ തന്നെ ടെക്സ്റ്റിൻ്റെ ബോൾഡ്, ഇറ്റാലിക് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇൻ കേസ് അറിയില്ലെങ്കിൽ തന്നെ ഞാൻ എക്സലിൽ എൻ്റെ ചാനലിൽ ഞാൻ എക്സൽ ഫോർ ബിഗിനേഴ്സ് എന്നൊരു ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. തുടക്കക്കാർക്കുള്ള ഒരു വീഡിയോ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്, ഇയർ, എംപ്ലോയി നെയിം, എംപ്ലോയി ID. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അത് ഞാൻ ഇവിടുന്ന് ജനുവരി തുടങ്ങാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ഡേറ്റ്, അതായത് ഇയർലി ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബിസിനസ്സിനൊക്കെ നമ്മളിപ്പോൾ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസം തൊട്ടാണ്. അത് നമ്മളിപ്പോൾ ഒരു ഇയറിനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏപ്രിൽ തൊട്ടാണ് ബിസിനസ് ഡേയ്സ് എല്ലാം, അതായത് ബിസിനസ് മന്ത് എല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അതോടൊപ്പം ഞാൻ ഇവിടുന്ന് ടോട്ടലിന് വേണ്ടി ഒരു സെൽ ക്രിയേറ്റ് ചെയ്തു. അത് കിട്ടാനായിട്ട് ഒരു സെൽ ക്രിയേറ്റ് ചെയ്തു. ബോണസിന് വേണ്ടി ഒരു സെൽ ക്രിയേറ്റ് ചെയ്തു. അതും അതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് ഒരു സെല്ല് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ബോണസ് പേയബിൾ എന്നൊരു സെൽ ക്രിയേറ്റ് ചെയ്തു. അത് കാണാനായിട്ട് മറ്റൊരു സെൽ ക്രിയേറ്റ് ചെയ്തു. ഇതിന് ശേഷം ഷീറ്റ്, അതായത് അടുത്തൊരു ഷീറ്റിൽ ഞാൻ വേറൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സീരിയൽ നമ്പർ, എംപ്ലോയി ID, നെയിം, ഡെസിഗ്നേഷൻ, നമ്പർ ഓഫ് ഡേയ്സ്, വേജസ്, അതോടൊപ്പം തന്നെ ഓരോ മാസവും കിട്ടിയ സാലറി, അതായത് ഇപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഓരോ മാസവും കിട്ടിയ സാലറി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇക്വൽ ടു സം എന്ന് ടൈപ്പ് ചെയ്തു. ഇക്വൽ ടു സം എന്ന് ടൈപ്പ് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള സാലറി ഞാൻ സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ടോട്ടൽ വാല്യൂ കിട്ടും. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടുന്ന് ബോണസായിട്ട് കൊടുത്തിരിക്കുന്നത് 8% ആണ്. സാലറിയുടെ 8% ബോണസ്. അപ്പോൾ ബോണസ് കാണുന്നതിനായിട്ട് ഇക്വൽ ടു ടോട്ടൽ സാലറി ഇൻറ്റു എത്രയാണോ ബോണസ് ആ ബോണസ്. അപ്പോൾ കണ്ടോ 1538 രൂപ ബോണസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഹോം മെനുവിൽ നമുക്ക് ഇവിടുന്ന് ഡിഗ്രീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടുന്ന് പോയിൻ്റ് എല്ലാം റൗണ്ട് ചെയ്ത് കിട്ടും. ഇതിന് ശേഷം ഞാൻ ഇവിടുന്ന് എംപ്ലോയി ID എന്നൊരു സെല്ലിൽ ഞാൻ ഇവിടുന്ന് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനായിട്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുന്ന് ഡേറ്റ മെനുവിൽ ഡേറ്റ വാലിഡേഷനിൽ എനി വാല്യൂ മാറ്റി ഞാൻ ലിസ്റ്റാക്കി. സോയ്സ് എന്ന കോളത്തിൽ നമ്മൾ മറ്റൊരു കോളത്തിൽ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എംപ്ലോയി നോ, ഈ 2 സെല്ലുകൾ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ നോക്കി പ്രസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ നമുക്ക് ഇവിടുന്ന് ഒരു പോയിൻ്റ് കാണാൻ സാധിക്കും. കണ്ടോ 5478, 4578. ഇതിനുശേഷം ഞാൻ ഇവിടുന്ന് 5478 ആക്കിയിട്ടുണ്ടെങ്കിൽ പേര് കാണണം. അതോടൊപ്പം തന്നെ ഡെസിഗ്നേഷൻ കാണണം. അതിനുശേഷം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മുതൽ മാർച്ച് വരെ കിട്ടിയ സാലറി കാണണം. ഷീറ്റിൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെ കിട്ടിയ സാലറി ഇതിൽ കാണണം. അതോടൊപ്പം തന്നെ ടോട്ടൽ കാണണം, ബോണസ് കാണണം, ബോണസ് പേയബിളും കാണണം. ഇത്രയാണ് ഇവിടെ കാണേണ്ടത്. ഒരൊറ്റൊരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 5478 എന്ന ഒരു കോഡ് ഞാൻ ഇവിടുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയിം കാണണം, ഏപ്രിൽ മാസം മുതൽ മാർച്ച് മാസം വരെ കിട്ടിയ സാലറി കാണണം, ടോട്ടൽ കാണണം, ബോണസ് കാണണം, ബോണസ് പേയബിൾ കാണണം. അപ്പോൾ ഇവിടെ 5478 കൊടുക്കുന്നത് ഷീറ്റ് 3നെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ മൻസൂറാണ് കൊടുക്കുന്നത്. ഡെസിഗ്നേഷൻ MD ആണ്. അതോടൊപ്പം തന്നെ വേജസ്, ബേസിക് സാലറി കണ്ടോ ഓരോ മാസവും ഞാൻ സാലറി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ 5478 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൻസൂറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഇവിടെ കിട്ടണം. ഞാൻ എംപ്ലോയി നെയിം എന്നൊരു സെല്ലിൽ ഇക്വൽ ടു ഇടുന്നു, വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്തു. ഇതിന് ശേഷം ഇവിടെ ലുക്കപ്പ് വാല്യൂ ചോദിച്ചിട്ടുണ്ട്, ടേബിൾ അറേ ചോദിച്ചിട്ടുണ്ട്, കോളം ഇൻഡെക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്, റേഞ്ച് ലുക്കപ്പ് വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ലുക്കപ്പ് വാല്യൂ ആയിട്ട് നമ്മളിപ്പോൾ എംപ്ലോയി ഐ ഡി കൊടുക്കുന്നു. ഈ ഒരു സെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നെയിം വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എംപ്ലോയി ഐ ഡി ആയിട്ട് വാല്യൂ ആയിട്ട് എംപ്ലോയി ഐ ഡിയുടെ കോഡ് ടൈപ്പ് ചെയ്തത്. മനസ്സിലായി? കോമ. ഇനി നമുക്ക് ഇവിടുന്ന് ടേബിൾ അറേയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എംപ്ലോയിയുടെ നെയിം നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ലുക്കപ്പ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്ത് കൊടുത്തത്, എംപ്ലോയി ഐ ഡി എന്ന സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തത്. കോമ. വീണ്ടും ടേബിൾ അറേ ചോദിച്ചിട്ടുണ്ട്. ടേബിൾ അറേ നമ്മൾ നേരത്തെ തന്നെ മറ്റൊരു ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. ഞാൻ ഷീറ്റ് 3 ഓപ്പൺ ചെയ്തു. ഞാൻ എംപ്ലോയി നമ്പർ മുതൽ ബോണസ് പേയബിൾ വരെ സെലക്ട് ചെയ്തു. കോമ. ഇതിന് ശേഷം നമ്മളിപ്പോൾ കോളം ഇൻഡെക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ടായി. കോളം ഇൻഡെക്സ് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷീറ്റ് 3നെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ സമയത്ത് നമ്മളിപ്പോൾ അവിടെ ആ ഷീറ്റ് 2വിൽ നെയിം എന്നൊരു സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ vlookup എന്നൊരു ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അവിടെ നെയിമാണ് കാണേണ്ടത്. അപ്പോൾ ഷീറ്റ് 2നെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് എത്രാമത്തെ സെല്ലിലാണ് നെയിം എന്ന് നോക്കിയാൽ 1, 2 രണ്ടാമത്തെ സെല്ലിലാണ് നെയിം എന്നൊരു ഫംഗ്ഷൻ, അതായത് നെയിം എന്നൊരു സംഭവം കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് കൊടുത്തു, ഞാൻ കോമ ഇട്ടതിന് ശേഷം ഞാൻ ഇവിടുന്ന് 2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. കോമ 0. ആ 2 വന്ന കാരണം മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ടേബിൾ അറേനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ സെല്ലിലാണ് നെയിം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് 2 എന്ന് ടൈപ്പ് ചെയ്തത്. വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ 4578 എന്നൊരു സെല്ലിൽ അരുണാണ് കിടക്കുന്നത്. ഷീറ്റ് 3നെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് 4578 അരുണാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ എംപ്ലോയി ഐ ഡി എന്നൊരു സെല്ലിൽ 5478 ആക്കുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ടും മൻസൂർ എന്നായിട്ട് മാറും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഡെസിഗ്നേഷൻ കാണും. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. അതായത് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഈ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഇത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്തു. Ctrl+C അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ഞാൻ ഇവിടുന്ന് വീണ്ടും എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഡെസിഗ്നേഷൻ കാണുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് Ctrl+V അടിച്ച് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. വീണ്ടും ഷീറ്റ് 3യിൽ ഡെസിഗ്നേഷൻ എന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നത് എത്രാമത്തെ സെല്ലിലാണെന്ന് നോക്കിയാൽ 3ാമത്തെ സെല്ലിലാണ്, 1, 2, 3. അതിനുശേഷം എന്ത് ചെയ്ത് കൊടുക്കാം, ഞാൻ ഇവിടുന്ന് 2 മാറ്റി എന്ത് ചെയ്ത് കൊടുത്തു, 3 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ കണ്ടോ ഡെസിഗ്നേഷനും കിട്ടി. ഞാൻ ഇവിടുന്ന് അരുൺ മാറ്റുന്ന സമയത്ത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ ഡെസിഗ്നേഷൻ ഇവിടുന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ Ctrl+V അടിച്ച ഫംഗ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, Ctrl+V അടിച്ച ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് 2 മാറ്റി ഞാൻ എത്ര കൊടുക്കണം, ഇവിടെ ഏപ്രിൽ മാസത്തെ സാലറി ഒരു ഷീറ്റ് 3 എന്ന ഷീറ്റിൽ എത്രാമത്തെ സെല്ലിലാണ് കിടക്കുന്നത് നോക്കിയാൽ 1, 2, 3, 4, 5 6ാമത്തെ സെല്ലിലാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കാം, ഇവിടുന്ന് 2 മാറ്റി 6 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ കണ്ടോ 1200 കിട്ടി. 6ാം മാസം അരുൺ എന്നൊരു സ്റ്റുഡൻറ്റിന്, ഒരു സ്റ്റാഫിന് 1200 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വൽ ടു ഇട്ടതിന് ശേഷം Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്തു. ഞാൻ 2 മാറ്റി 7 ആക്കുന്നു. അപ്പോൾ കണ്ടോ 2100 കിട്ടി. മെയ് മാസത്തേത് കിടക്കുന്നത് 7ാമത്തെ സെല്ലിലാണ്, 1, 2, 3, 4, 5, 6, 7. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 വരെയും കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടോ മാർച്ച് എന്ന ഒരു കോളത്തിൽ ലഭിച്ചിരിക്കുന്നത് 17ാമത്തെ സെല്ലിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം, Ctrl+V അടിച്ച് ഇവിടുന്ന് 6 മാറ്റി 7 ആക്കി, 8 ആക്കണം. അതുപോലെ തന്നെ Ctrl+V അടിച്ച് 9, 785 ജൂലൈയിൽ 785 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്തു. ഇവിടുന്ന് 2 മാറ്റി 10 ആക്കി. അതുപോലെ ഞാൻ Ctrl+V അടിച്ചു ഇവിടുന്ന് 2 മാറ്റി 11 ആക്കി. അതുപോലെ തന്നെ Ctrl+V അടിച്ച് 2 മാറ്റി ഇവിടുന്ന് 12 ആക്കി.
ഇവിടുന്ന് 17 ആക്കി വെക്കാം. അപ്പോൾ നമുക്ക് കണക്ക് ശരിയാവും. ഓക്കെ, ഇനി ടോട്ടൽ കാണണം. ടോട്ടൽ കാണാനായിട്ട് vlookup ഒന്ന് പ്രസ് ചെയ്തു. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ അത് തന്നെ ടേബിൾ ഷീറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ 18 കൊടുക്കാൻ കാരണം നമ്മളിപ്പോൾ ടോട്ടൽ സാലറി കൊടുക്കുന്നത് 18ാമത്തെ സെല്ലിലാണ്. അതായത് ഷീറ്റ് 2നെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 18ാമത്തെ സെല്ലിലാണ് ടോട്ടൽ സാലറി കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടുന്ന് ബോണസ് കാണുന്നതിനായിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, വീണ്ടും കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്തു. 18 മാറ്റി ഞാൻ ഇവിടുന്ന് 19 കൊടുത്തു. 0.8 കിട്ടുള്ളൂ. അപ്പോൾ ജനറൽ മാറ്റി എന്ത് ചെയ്തിട്ടുള്ളൂ, ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനറൽ മാറ്റി പെർസെൻറ്റേജ് ആക്കിക്കൊള്ളണം. ഹോം മെനുവിൽ ജനറൽ മാറ്റി പെർസെൻറ്റേജ് ആക്കിക്കൊള്ളണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കൺട്രോൾ V അടിച്ചു ഇവിടെ എന്ത് ചെയ്തോളണം, 2 മാറ്റി 20 ആക്കിക്കൊള്ളണം. ഇവിടുന്ന് റൗണ്ട് ചെയ്ത് കിട്ടും കേട്ടോ നമ്പർ. നമുക്ക് ഇവിടുന്ന് റൗണ്ട് ചെയ്ത് കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്ത് കൊടുത്തു, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് 45 78 മാറ്റി ഞാൻ 54 78 കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ടും എംപ്ലോയി നെയിം മൻസൂർ എന്ന് കാണിക്കും. അതോടൊപ്പം തന്നെ സാലറി സ്കെയിലും ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഇപ്പോൾ ഇവിടുന്ന് ബോൾഡാക്കി കൊടുക്കുമ്പോൾ ഇവിടുന്ന് ബോൾഡാക്കി കൊടുക്കാവുന്നതുമാണ്. ഇതിനെ അലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെയും അലൈൻ ചെയ്ത്